ഗൈസ് ഇന്ന് എൻ്റെ ലാസ്റ്റ് വർക്ക് ഉണ്ടായാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഞാൻ അഷറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അഷർ ഇത്ര നേരിട്ട് വന്നിട്ടില്ല, എന്താ സംഭവം എന്നൊന്നും അറിയില്ല. അങ്ങനെ ഇതുവരെ ഇരുന്ന് അഷറതാ വരുന്നു. എന്താ ലേറ്റ്? മനു ലാസ്റ്റ് ഡേ ആണ് നിന്ന്. മനു നമ്മളൊക്കെ വിട്ട് പോവുകയാണ്. അല്ല മനു, എൻ്റെ ഇപ്പുറമുള്ള ലാസ്റ്റ് ഡേ അല്ലേ? എന്താ പറയാനുള്ള എനിക്ക് പോകുന്നതിനെ കുറിച്ചിട്ട്? ഇവിടുത്തെ എല്ലാവരും മിസ് ചെയ്യോ? അതൊക്കെ എങ്ങനെ മിസ് ചെയ്യും? ഏറ്റവും വലിയ വിഷമം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി രാവിലെ വീണ്, അങ്ങനെ ചെറിയൊരു സ്ക്രാച്ച് വീണ്. പട്ടി ഓടിച്ചോ? അതുണ്ടായിടാ. പട്ടിയും കടിച്ചോ? പട്ടി ഓടിച്ചോ? അത് സ്ഥിരല്ലേ? കാണാം. അപ്പൊ ഇത് മനുവിന്റെ ലാസ്റ്റ് ഡേ ആണ്. മനു നമ്മളൊക്കെ വിട്ട് പോവുകയാണ്. കളറിടായിരുന്നില്ലേ നിനക്ക്? കളറിടായിരുന്നില്ലേ ഇന്ന്? അങ്ങനെ ഞങ്ങള് AP വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ്. എയർപോർട്ടിലേക്ക് ഇങ്ങോട്ട് കയറണമെങ്കിൽ AP വേണം അല്ല സാറേ? AP ആയിട്ട് നമ്മള് ചങ്ങായി എത്തിയിട്ടുണ്ട് കേട്ടോ. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറ കറക്റ്റ് ആണ്. നേരത്തെ ഞങ്ങൾ ക്യാമറ തിരിച്ചാണ് ഗൈസ് ഞങ്ങൾ എടുത്തത് വീഡിയോ. അതുകൊണ്ട് അതിൻ്റെതായിട്ടൊരു പ്രശ്നം ക്ലിങ് ആയിപ്പോയി നമ്മള്. പക്ഷെ അത് കറക്റ്റാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഓഫീസിലേക്ക് ഇറങ്ങി പോവാണ്. ലാസ്റ്റ് ആണ് ലാസ്റ്റ് പഞ്ചിനാണ്. എടുത്തോ, ഇത് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ പഞ്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി പഞ്ചോട്ട് അങ്ങനെ ലാസ്റ്റ് ഡേ കൗണ്ടറിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. എന്താ നിന്റെ അഭിപ്രായം കൗണ്ടറിലോട്ട് പോകുന്നതിനെ കുറിച്ച്? കൗണ്ടറിലേക്ക് പോകണം. പിന്നെ എന്താ അഭിപ്രായം? അഭിപ്രായം ഒന്നുമില്ല അല്ലേ? നല്ല നല്ല പെമ്പിള്ളേരൊക്കെ ഉണ്ട് ഗൈസ്. അവിടെ കാണിക്കണ്ടല്ലോ, അരിവ് കണ്ടല്ലോ. ഇവിടെ എനിക്കൊരു നോക്കണ്ടോ ഗൈസ്. ഒക്കെ എൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ പാസഞ്ചർ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. ഗൈസ് അങ്ങനെ ലാസ്റ്റ് പാസഞ്ചർ വന്നിട്ടുണ്ട്. അവരെ കൂടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഗിവ് മീ ടിക്കറ്റ്. Place your check-in baggage. Yeah, place your check-in baggage and make sure that no laptop, e-cigarette, power bank, light in your check-in baggage. Okay? Just give me a mobile number once more. Ma'am, the gate number C2 before 10:20. Reach at the gate. Okay. താങ്ക് യു ഗൈസ്. അങ്ങനെ അതും കഴിഞ്ഞു. ലാസ്റ്റ് ചെക്കിനും കഴിഞ്ഞ് ഇന്നത്തോടെ ഇന്ത്യയോട് വിടയാണ്. ബൈ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഗൈസ് നമ്മുടെ AP സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ T1 നിന്ന് T2ലേക്ക് വരണം. T2 T1ലേക്ക്. അയ്യോ സോറി, T2 T1ലേക്ക് വരണം. ഓക്കെടാ. ഇവനെന്തോ പറയാണെന്ന് പറഞ്ഞ് എന്താ പറയണം? നമ്മള് ടെർമിനൽ 2 ടെർമിനൽ 1ലേക്കാണ് പോകുന്നത്. ടെർമിനൽ 1 എന്ന് പറഞ്ഞാൽ ഞാൻ 8 മാസം ഇവിടെ ഉണ്ടായിരുന്നു. അല്ല അതായിക്കോട്ടെ, ഈ എന്തിനാ സീരിയസ് ആവുന്നത്? ഫീലിംഗ് ആണ്. ടെർമിനൽ 1 തന്ന ഓർമ്മകളൊക്കെ ഭയങ്കര സംഭവമാണ്. എന്താ എന്റെ കൊറേ ഇവിടുന്ന് കൊറേ കമ്പനിയൊക്കെ കിട്ടിയിരുന്നു. കൊറേ പെണ്ണുങ്ങളല്ലേ? അല്ല, പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും മലയാളിസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മതി. എനിക്കിവിടെ വന്നപ്പോ എന്താ ഓർമ്മ വെച്ചാൽ ഞാൻ ആദ്യം ഇവിടുത്തെ വന്ന ദിവസമാണ്. എനിക്കെന്തായാലും ഓർമ്മ വരുന്നുണ്ടോ? പിന്നെ എന്ത് കൊറേ ഉണ്ടാവുമല്ലോ. അതുണ്ടാവും. മറക്കാൻ പറ്റാത്ത കുറെ ഓർമ്മകൾ സമ്മാനിച്ച ഒരു ടെർമിനലാണ്. ഒരു മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ പറ. അങ്ങനെയാണെങ്കിൽ കുറെ എന്റെ കുറച്ച് 2-3 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. ആണോ പെണ്ണോ? ആണോ ഇതെനിക്ക് കിട്ടും വിശ്വസനീയല്ല പറയുന്നത്. ഇവന്റെ സ്ഥിരമായിട്ടുള്ള ലൊക്കേഷൻ ഉള്ളിൽ. ഇവിടെ എന്താ ചെയ്യുന്നടാ? ഇവിടെ എന്താ ചെയ്യുന്നത്? ഫിസിക്കൽ ചെക്ക്. ചെക്കിൻ ബാഗേജിൽ എന്തെങ്കിലും പാസഞ്ചർ ചെക്കിൻ ബാഗേജിൽ ലൈറ്റർ, പവർ ബാങ്ക് അല്ലെങ്കിൽ മാച്ച് ബോക്സ്. എടാ സീൻ എന്താ എന്റെ ഓട്ടോ ഫോക്കസ് പോകുന്നടാ. ഗായ്സ് ഇവന്റെ എക്സ്പീരിയൻസ് പറയേണ്ടി ഒരു സമാധാനം കിട്ടുന്നില്ല. പറയടാ നിന്റെ എക്സ്പീരിയൻസ് പറയടാ. ബാക്ക് ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതല്ല നിന്റെ എക്സ്പീരിയൻസ് എന്താണ് ഇവിടെ? അതെ, ഫിസിക്കൽ ചെക്ക് റൂമിലായിരുന്നു. അവിടെ എന്തായിരുന്നു ചെയ്യാറ്?
സെക്കൻഡ് ബാഗിൽ എന്തെങ്കിലും പവർ ബാങ്ക് മാച്ച് ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ നമ്മൾ ക്ലിയർ ചെയ്തു. പാസഞ്ചറിനെ വിളിച്ചിട്ട് VR, അതായത് ക്യാമറയിൽ വിർച്വൽ ക്യാമറയിൽ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ കസ്റ്റമർ സർവീസ് എന്ന് പറയുമ്പോൾ പാസഞ്ചേഴ്സിന് അങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്യണല്ലോ. അങ്ങനെയല്ല, ഞാനിപ്പോൾ ഇവിടെ വന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനമല്ലേ ഇതിവിടെ സബ്മിറ്റ് ചെയ്യണം. അതിനൊരു T1 വന്നേ, അതിന് പിന്നെ മാനേജറെ കാണണം. എനിക്ക് എങ്ങനെ അറിയില്ല ഓരോ ഫേസ് ചെയ്യേണ്ടത്. അതിനാണ് എന്നെ കൂടെ വിളിച്ചത്. സംസാരിക്കില്ലേ? പിന്നെ ഞാൻ സംസാരിക്കാൻ ഞാൻ പോവാണ് പറയും. ഞാൻ ഈ സാധനം കൊടുക്കാൻ വേണ്ടി പോകട്ടോ. അപ്പം ഇന്നും കൂടി ഉള്ളത് ഇവൻ ID കാർഡ് ഞാൻ ഓർമ്മയ്ക്ക് വെക്കാണ്ട് വിചാരിച്ചതാ. പറ്റിയില്ല, സാറില്ല, സീനില്ല, ടാഗ് ഉണ്ട്. മനു ഇത് കൈമ തന്നിട്ട് പോവാണ്. ഗൈസ് അങ്ങനെ ഞാൻ എൻ്റെ കാലി എവിടെ നിന്ന് പിടിച്ചടാ ഈ സാധനം എടുക്കണ ഇത് കാണിച്ചിരിക്കും. ഇതോ? ഞാനത് എൻ്റെ കാലി കവറായിട്ട് പോവാ കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ID കാർഡ് എങ്കിലും കയ്യിൽ വെക്കണുണ്ടായിരുന്നു. പക്ഷെ അതിന് സമ്മതിച്ചില്ലടാ. സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞടാ. ID കാർഡോ? ID കാർഡ് അത് തരൂല. അങ്ങനെ ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ബൈ. അങ്ങനെ ലാസ്റ്റ് ഞാൻ എയർപോർട്ടിനോട് വിട പറഞ്ഞ് യാത്രയെ വേണം. മനു ഇമോഷണൽ ആണോ? കുറച്ച് കണ്ണില് ഗ്ലിസറിൻ ഒക്കെ ഇട്ടിട്ട് കുറച്ച് വേറെ നെറ്റിക്കണത് ഗ്ലിസറിൻ ഇടിച്ചാൽ മതി. നിന്റെ ഫീലിംഗ് അറിയുന്നില്ല പുറത്തല്ല ഉള്ളിലാന്നുള്ളത്. എവിടെ? അവിടെ. ഓ പാവം. ശരിക്കും പറഞ്ഞാല് അപ്പം നമ്മള് ബസ് കയറാൻ വേണ്ടിട്ട് പോവാണ്. അതിലേ പോന്ന്. ഇപ്പൊ അതിലേ പോവാ. നമ്മൾ ആ ബസ്സിലല്ലേ മുന്നേ പോകുന്നത്. എന്തിനാ പോകുന്നത്? നിന്റെ AP അവിടെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. അതന്നെ എന്റെ ഈ AP ഇല്ല, ഇത് അവിടെ സബ്മിറ്റ് ചെയ്യാൻ. എന്റെ ലാസ്റ്റ് ഷട്ടിൽ സീറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. ഓക്കെ പോവാ.